ആലുവയിൽ നോ പാർക്കിംഗ് ബോർഡ് കടയുടമ മാറ്റിയത് പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് ആലുവ ഡിവൈഎസ്പി പറയുന്നു. ഗതാഗത മന്ത്രി നിർദ്ദേശിച്ച പരിഷ്കാരങ്ങളിൽ മാറ്റമുണ്ടായിട്ടില്ലെന്നും ഡിവൈഎസ്പി പ്രസാദ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. പാർക്കിങ്ങിനെ സംബന്ധിച്ച് കച്ചവടക്കാർ തമ്മിൽ ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ടാവും. വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് അടിപിടികളുണ്ടായി. പോലീസിൻ്റെ ശ്രദ്ധ ആവശ്യമായതുകൊണ്ട് SIയുടെ പട്രോളിങ്ങിനിടയിൽ ഇവിടെ വരികയും നോക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരോടൊപ്പം ഈ കാര്യത്തിലൊരു നിയന്ത്രണം വേണം, വേറെ പാർക്കിംഗ് പ്ലേസ് ഉണ്ടായി കണ്ടെത്തണം, പാർക്കിംഗ് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. SIയോടത് പുനഃപരിശോധിക്കാൻ പറഞ്ഞ് SI പുനഃപരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ചില ദോഷം അവർക്ക് വരുമെന്നുള്ള കാര്യം SIക്ക് ബോധ്യപ്പെട്ടിട്ട് അതെന്നോട് അറിയിച്ചു. അതനുസരിച്ച് നമ്മൾ നോക്കിയപ്പോൾ അവരുടെ പരാതിക്ക് അതൊരു ജെനുവിനിറ്റി ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് അങ്ങനെയാണ് അത് നമ്മൾ അതായത് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയത് മാറ്റാൻ പറഞ്ഞു. പോലീസ് പറഞ്ഞിട്ടാണ് ബോർഡ് മാറ്റിയതെന്നാണ് കടയുടമ പറഞ്ഞിരുന്നത്. തൊട്ടടുത്ത കടയുടമയുമായി തർക്കങ്ങളുണ്ട്. അവരാണ് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതെന്നും കടയുടമ അനിൽകുമാർ പറഞ്ഞു. ഓരോ ദിവസം എന്നെ ഇങ്ങനെ ഓരോ വണ്ടിയുടെ തടസ്സവും എൻ്റെ കടയിൽ ശല്യം, എൻ്റെ കസ്റ്റമേഴ്സിനെ വിളിച്ച് അവരെ കടയിലേക്ക് കൊണ്ടുപോലും എൻ്റെ ബിസിനസ്സിന് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സ്ഥിരം ഇങ്ങനെ വന്ന് ഒരു 10-12 കേസ് ഞാൻ ആലുവ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിനൊക്കെ അവിടെ പോലീസുകാർ എനിക്ക് അനുകൂലമായിരുന്നു എല്ലാവരും. കാരണം എൻ്റെ ഭാഗത്ത് തെറ്റില്ല. ഞാൻ DSP സാറിനടുത്ത് സംസാരിച്ചു. ആ സാറ് നമ്മുടെ അടുത്ത് വളരെ മാന്യമായിട്ടും വളരെ സ്നേഹത്തോടെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് സാറിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. കാരണം എൻ്റെ ബിസിനസ് ഇറക്കാൻ വേണ്ടിയിട്ടൊന്ന് സാറിന് ബോധ്യപ്പെട്ടപ്പോൾ സാറ് പറഞ്ഞ് SI സാറെ വിളിച്ച് നിങ്ങൾ ചെയ്യണ ശരിയല്ല, അതിൻ്റെ പേരിൽ അത് അവിടെ നീക്കം ചെയ്യാൻ പറഞ്ഞു. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമ്മൾ ആദ്യം നൽകിയത് കടയുടമയുടെ വേർഷനാണ്. കടയുടമ പറയുന്നത് തന്നെയാണോ ശരി? അങ്ങനെ തന്നെയാണ് പോലീസ് പറയുന്നത്. അതായത് നമ്മൾ ഈ സ്ഥലത്താണ് ഉള്ളത്. ഇതാണ് ഈ രണ്ട് കടകൾ. ആദ്യം കാണുന്ന കട 5 സ്റ്റാർ എന്ന് പറയുന്ന ഒരു ചിപ്സ് കടയാണ്. തൊട്ടടുത്ത് തന്നെയാണ് ചൈത്രം എന്ന് പറയുന്ന ഒരു കട ഉള്ളത്. ഈ ചൈത്രം എന്ന കടയുടെ ഉടമയായ അനിൽകുമാറും ജീവനക്കാരും കൂടി ചേർന്നാണ് ഈ കാണുന്ന പോലെയുള്ള നോ പാർക്കിംഗ് ബോർഡുകൾ ഇത്തരത്തിൽ എടുത്തു മാറ്റിയത്. ഇത് തൊട്ടടുത്തുള്ള കടയുടമയും അവിടെയുള്ള ജീവനക്കാരും പകർത്തുകയും അത്തരത്തിൽ പുറത്തുവിടുകയുമായിരുന്നു. അതാണ് ഇത്തരത്തിൽ വലിയൊരു വിവാദം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഈ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഈ രണ്ട് കടക്കാരും തമ്മിൽ വാക്ക് തർക്കവും അതിനെ തുടർന്ന് സംഘർഷവും ഉണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും അത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. പിന്നീടാണ് പോലീസ് ഈ കാര്യത്തിൽ ഇടപെടുന്നത്. ഇവിടെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ ഇവിടെ ഈ കടയുടെ മുൻഭാഗത്ത് നോ പാർക്കിംഗ് ബോർഡുകൾ പോലീസ് സ്ഥാപിക്കുകയായിരുന്നു. എന്നാൽ ഈ കട ഉടമയായ ചൈത്രം കടയുടെ ഉടമയായ അനിൽകുമാർ ഇത് പോലീസിനെ സമീപിക്കുകയും അത് തന്റെ കച്ചവടത്തെ ബാധിക്കുന്നുണ്ട്, ഈ ഫൈൻ ഭീഷണി ഭയന്നുകൊണ്ട് ആളുകൾ കടയിലേക്ക് കയറുന്നില്ല എന്നും പറഞ്ഞു. ഇതിന് പിന്നാലെ പോലീസിന്റെ ഒരു അനുവാദത്തോടു കൂടി തന്നെയാണ് ഇന്ന് രാവിലെ അനിൽകുമാറും ജീവനക്കാരും ചേർന്ന് ഈ കടയുടെ മുന്നിലുള്ള ബോർഡ് മാറ്റിയത്. എന്തായാലും പക്ഷേ ഇത് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശവുമായി ഒരു ബന്ധവുമില്ല എന്ന് ഇപ്പോൾ പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ആലുവയിൽ നിന്ന് പറവൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഫ്രീ ലെഫ്റ്റ് നൽകാൻ വേണ്ടി ഇവിടെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ആ നിയന്ത്രണങ്ങളിൽ ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല. കടകൾ തമ്മിലുള്ള മത്സരം, അതിന്റെ ഭാഗമായിട്ട് ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഏതായാലും ഇപ്പോൾ സത്യം തെളിഞ്ഞല്ലോ. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.